ഇപ്പോഴാ നാം ഓർത്തത്. അറിവാളൻ തന്നുവിട്ട വെറ്റിലയും പാക്കും ഗംഗാനദിക്ക് കുറുകെ നീട്ടിപ്പിടിച്ചില്ലല്ലോ. ഗംഗാദേവി നേരിട്ട് വന്ന് സ്വീകരിക്കുമെന്നല്ലേ അയാൾ പറഞ്ഞത്? പറഞ്ഞതൊരു മണ്ടനാണെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഗംഗാദേവി വന്ന് സ്വീകരിച്ചാലും വരും വരും വരും. മ്ലേച്ഛന്റെ വാക്കുകൾ വിശ്വസിച്ച എന്നെ വേണം പറയാൻ. ശ്രീഗംഗേ, പുണ്യഗംഗേ, ഭഗവതി, അവിടുന്ന് അടിയന് ദർശനം തന്നുവല്ലോ. പുണ്യവാഹിനി ദേവി, ഈ ഉള്ളവൻ കൃതാർത്ഥനായിരിക്കുന്നു. ദേവിയുടെ ഭക്തൻ അവിടുത്തേക്ക് നൽകാൻ തന്നയച്ച വെറ്റിലയും പാക്കും സ്വീകരിച്ചാലും ഭഗവതി. ബ്രാഹ്മണ ശ്രേഷ്ഠ, എത്രയോ കാലമായി അങ്ങ് നമ്മുടെ ജലത്തിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജലം കൈക്കുമ്പിളിലെടുത്ത് നമ്മുടെ സ്തുതി ചൊല്ലി ധ്യാന നിമഗ്നനാവുന്നു. ഏത് അഴുക്കുചാലിൽ നിന്ന് അങ്ങ് സ്നാനം ചെയ്യുമ്പോഴും അങ്ങ് ഉരുവിടുന്ന ഗംഗാസ്തുതി ആ ജലത്തെ ഗംഗാജല സമാനമാക്കുന്നുവെന്ന് ധരിച്ചാലും നമ്മെ നേരിട്ട് ദർശിക്കുവാൻ അറിവാളനുമായുള്ള സമാഗമം അങ്ങേക്ക് ഒരു നിമിത്തമായി ഭവിച്ചിരിക്കുന്നു. നമ്മുടെ ഉത്തമ ഭക്തനായ അറിവാളന്റെ ദക്ഷിണയായ ഈ വെറ്റിലയും പാക്കും നമുക്ക് ഏറെ പ്രിയങ്കരമാണെന്നും അറിയുക. അറിവാളനുള്ള നമ്മുടെ സമ്മാനമാണ്. ഇത് അദ്ദേഹത്തെ ഏൽപ്പിച്ചാലും ദേവിയുടെ ഹിതം പോലെ ആയിക്കോട്ടെ. പാദരക്ഷകൾ തുന്നുന്ന സാധാരണക്കാരനും പാമരനുമായ അറിവാളന് ദേവി വജ്രവള സമ്മാനമായി നൽകിയിരിക്കുന്നു. വേദങ്ങളും ശാസ്ത്രങ്ങളും അഭ്യസിച്ച പണ്ഡിതനായ നമുക്ക് ദേവി ഒരു ഉപകാരവും നൽകിയില്ലല്ലോ. വളരെ മൂല്യവത്തും ചേതോഹരവുമായ വള, ഇങ്ങനെ ഒരു വള
ദേവി തനിക്ക് ഉപഹാരമായി നൽകിയെന്ന് അറിവാളൻ അറിഞ്ഞിട്ടില്ലല്ലോ. ആ സ്ഥിതിക്ക് ഇത് അറിവാളന് കൊടുക്കേണ്ടതുണ്ടോ? നമുക്ക് സ്വന്തമാക്കാൻ പാടില്ലേ? ഒട്ടും മഹത്തരമല്ലാത്ത പണി ചെയ്യുന്ന അറിവാളന്റെ മലീമസമായ കൈകൾ, മന്ത്രം ചൊല്ലി അർച്ചിക്കാൻ പുഷ്പവും ചന്ദനവും ധൂപദീപാദികളും എടുത്ത് പാരമ്പര്യമുള്ള നമ്മുടെ പവിത്രമായ കൈകൾ. പുണ്യവതിയായ ദേവിയുടെ പുത്തനുപഹാരം ഇതിലേത് കൈകളിലാണ് വിളങ്ങുക? ഇത്രയും മനോഹരമായ ഒരു വള ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. കേടായ പാദരക്ഷകൾ കഴുകി ഭാണ്ഡത്തിൽ സൂക്ഷിച്ചപ്പോ ഞാൻ അങ്ങേ പരിഹസിച്ചതാ. അത് വലിയ ഭാഗ്യമായെന്ന് ഇപ്പൊ തോന്നുന്നു. കേടായ പാദരക്ഷകളല്ലേ അങ്ങേ അറിവാളന്റെ സമീപത്തെത്തിച്ചത്. അറിവാളൻ മൂലമല്ലേ ഇത്രയും വിലയേറിയ ഒരു വജ്രവള നമുക്ക് കിട്ടിയത്. അതും ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ട് സമ്മാനിച്ച വള. മഹാഭാഗ്യം. നമ്മുടെ പാദരക്ഷകൾ ഇല്ലത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവന്നിരിക്കുന്നു. ഗംഗാദേവി ദർശനവും വജ്രവളയും ഒരുമിച്ച് കിട്ടിയിരിക്കുന്നു. എന്തായാലും അറിവാളന് കൊടുക്കാൻ ദേവി തന്ന ഈ വള നേർബുദ്ധി കൊണ്ട് അറിവാളനെ തന്നെ ഏൽപ്പിക്കാൻ അങ്ങേക്ക് തോന്നിയില്ലല്ലോ. വളരെ നന്നായി. നേരെ ചൊവ്വെ ജീവിക്കണമെങ്കിൽ കുറച്ചു ദുർബുദ്ധിയൊക്കെ വേണം. ശരിയാണ്. പക്ഷേ അറിവാളനോട് വിശ്വാസവഞ്ചന കാട്ടിയതിൽ നേരിയ കുറ്റബോധം നമുക്ക് തോന്നുന്നു. ഏയ്, ഒരു കുറ്റബോധവും പാടില്ല. ഭാണ്ഡവും തൂക്കി ദേശമായ ദേശങ്ങളിലൊക്കെ പോയി ശിവനെ ദർശിക്കുന്ന പരമഭക്തനാണല്ലോ അങ്ങ്. ഈ വജ്രവള ഗംഗാദേവിയെ കൊണ്ട് ശ്രീപരമേശ്വരൻ അങ്ങേക്ക് തന്നതാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെയാവട്ടെ. നീ നമ്മുടെ പ്രിയ പത്നിയല്ലേ? ആ വള അങ്ങോട്ട് അണിയുക. നാം കൺകുളിർക്കെ ഒന്ന് കാണട്ടെ. എന്താ ദേവമ്മ ആലോചിക്കുന്നേ? ഭാഗ്യം കൈവരാനുള്ള വഴിയാണ് ഈ വള. എനിക്കണിയാനുള്ളതല്ല. അങ്ങ് ഈ വള കൊട്ടാരത്തിൽ കൊണ്ടുപോയി മഹാരാജന് സമർപ്പിക്കണം. ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ട് അങ്ങേക്ക് തന്ന വളയാണെന്ന് പ്രത്യേകം മഹാരാജനെ ധരിപ്പിക്കണം. ഈ വളയേക്കാൾ എത്രയോ ഇരട്ടി മൂല്യമുള്ള സമ്മാനങ്ങൾ മഹാരാജൻ നൽകിയിരിക്കും. നമുക്ക് സുഭിക്ഷമായി ജീവിക്കാം. എന്താ? ഉചിതമായ തീരുമാനം. രാജാവിന്റെയും രാജ്ഞിയുടെയും പ്രീതിയും കിട്ടും, കൈനിറയെ ധനവും കിട്ടും. നമ്മുടെ വേളിയുടെ ദീർഘവീക്ഷണം നാം സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്നാ വൈകിക്കണ്ട. ഇല്ലത്തിൽ വന്നു കയറാൻ പോകുന്ന മഹാലക്ഷ്മി എത്രയും പെട്ടെന്ന് തന്നെ വന്നു കയറിക്കോട്ടെ. അങ്ങ് ക്ഷണത്തിൽ കൊട്ടാരത്തിൽ പോയി വരിക. അങ്ങനെയാവട്ടെ. ശ്രീ പരമേശ്വര, പാർവതികാന്ത, ഗംഗാധര, രക്ഷിക്കണേ. നമ്മെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ വേളിയുടെ തീരുമാനത്തിന് അർഹിക്കുന്ന വില കൽപ്പിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. വള മഹാരാജാവിന് കാഴ്ചവെക്കുക തന്നെ. ഈ വളയേക്കാൾ എത്രയോ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചു നൽകുമെന്ന് ഉറപ്പാണ്.
പെട്ടെന്ന് സമ്പന്നനാകാനുള്ളൊരു മാർഗം പരമേശ്വര പെരുമാൾ പത്നിയായ ഗംഗാദേവിയെ കൊണ്ട് സാധ്യമാക്കിയതാണ്. ഗംഗാധര, അങ്ങയുടെ തിരുച്ചെവടികളിൽ ശതകോടി പ്രണാമം. പ്രണാമം മഹാരാജൻ. പ്രണാമം റാണി തിരുമനസേ. പ്രണാമം. ആരാണ്? അടിയൻ അങ്ങയുടെ രാജ്യാതിർത്തിയിൽ താമസിക്കുന്ന ഒരു പ്രജയാണ്. ശിവഭക്തിയും രാജഭക്തിയുമുള്ള ഒരു ബ്രാഹ്മണൻ. പേര് വിശ്വനാഥൻ. കൊട്ടാരത്തിൽ വന്ന് മുഖം കാണിച്ചതിൽ സന്തോഷം. ആഗമനോദ്ദേശം പറയാം. അടിയൻ തിരുമനസ്സുകളെ മുഖം കാണിച്ച് ഒരു ഉപഹാരം സമ്മാനിക്കാൻ വന്നതാണ്. ഒരു വജ്രവള. പ്രമാണി, വള അതിമനോഹരമായിരിക്കുന്നു. നമുക്കിഷ്ടപ്പെട്ടു. എന്നാലും ആഭരണത്തെപ്പറ്റി ആധികാരികമായി അഭിപ്രായം പറയേണ്ടത് സ്ത്രീകളാണല്ലോ. റാണിയുടെ അഭിപ്രായം കേൾക്കട്ടെ. ചേതോഹരമായിരിക്കുന്നു. നമ്മുടെ ആഭരണ ശേഖരങ്ങളിലുള്ള വളകൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകതയും ആകർഷണീയതയും ഈ വളയ്ക്കുണ്ട്. അതിവിദഗ്ധനായ ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ കരവിരുത് ഈ വളയിൽ ദൃശ്യമാകുന്നുണ്ട്. ഈ വള നമുക്കും ഏറെ ഇഷ്ടപ്പെട്ടു. ഈ വള നമുക്ക് സമർപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം പണിയെടുപ്പിച്ചതാണോ? അല്ല മഹാരാജൻ, അടിയൻ വലിയ ശിവഭക്തനും ഒപ്പം വലിയ ഗംഗാദേവി ഭക്തനും കൂടിയാണ്. ഈ വള ഗംഗാദേവിയാണ് അടിയന് സമ്മാനിച്ചത്. അതെ മഹാറാണി, ഒരു നാൾ ഗംഗയിൽ മുങ്ങി നിവർന്ന് ഗംഗാസ്തുതി തുടങ്ങിയപ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ട് അടിയന് സമ്മാനിച്ചതാണ് ഈ വള. റാണിക്ക് സന്ദേഹമോ? ഇത് ദേവി സമ്മാനിച്ചതാണെന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ വെളിപ്പെടുത്തൽ തികച്ചും സത്യമാണ്. ഇത്തരം വജ്രം ഭൂമിയിൽ ലഭ്യമല്ല. ഇത് ഗംഗയുടെ ആഴങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അത്യപൂർവമായ വജ്രം തന്നെയാണ്. ഗംഗാദേവി സമർപ്പിച്ച ഉപകാരം രാജസമർഷം സമർപ്പിക്കാൻ തോന്നിയ ബ്രാഹ്മണന്റെ മഹാമനസ്കതയിൽ നാം ഏറെ സന്തുഷ്ടനാണ്. ഈ വള റാണി വലതു കൈയിൽ അണിയട്ടെ. റാണി എന്താ ആലോചിക്കുന്നത്? ഈ വള നമ്മുടെ വലതു കൈക്ക് ഭൂഷണമായിരിക്കും. പക്ഷേ ഇതേറെ ഭൂഷണമാകണമെങ്കിൽ ഇതേ മാതൃകയിലും ഇതേ തൂക്കത്തിലുമുള്ള ഒരു മറുവള നമ്മുടെ ഇടതു കൈയിലും അണിയേണ്ടിയിരിക്കുന്നു. അതിന് ഈ വളയ്ക്ക് യോജിക്കുന്ന ഒരു വള കൂടി ഉണ്ടാവണം. അതിനിപ്പോ ഭൂമിയിൽ നിന്നും ഒരു സ്വർണ്ണപ്പണിക്കാരനും ഇതേ മൂല്യത്തിലുള്ള വജ്രം കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ മറുവളയ്ക്ക് നാം എന്തു ചെയ്യാനാ? ബ്രാഹ്മണ ശ്രേഷ്ഠ, ഓ അടിയൻ, നിങ്ങൾ തികഞ്ഞ ഗംഗോപാസകനല്ലേ? നിങ്ങൾക്ക് എന്തും സമ്മാനിക്കുമല്ലോ ഗംഗാദേവി. ഈ വള നാം സ്വീകരിച്ചിരിക്കുന്നു. ഇതേ മാതൃകയിലും തൂക്കത്തിലുമുള്ള മറ്റൊരു വള കൂടി നമുക്ക് വേണം. നിങ്ങൾ ഗംഗയിൽ പോയി സ്നാനം ചെയ്ത് ദേവിയോട് ഒരു വള കൂടി വാങ്ങുക.
അത് എത്രയും പെട്ടെന്ന് നമ്മുടെ സമക്ഷം ഉപകാരമായി സമർപ്പിക്കുക. റാണിയുടെ കൽപ്പന കേട്ടില്ലേ? അങ്ങേക്ക് എന്താ ഒരു വിഷമം പോലെ? ഒന്നുമില്ല മഹാരാജൻ. ഒരു വള കണ്ടപ്പോ അതേ വർഗത്തിൽപ്പെട്ട ഒരു വള കൂടി റാണി വല്ലാതെ മോഹിക്കുന്നു. റാണിയെ നിരാശപ്പെടുത്തരുത്. അത്തരം ഒരു വള കൂടി ക്ഷണത്തിൽ ഹാജരാക്കിയിരിക്കണം. ക്ഷണത്തിൽ പോയി ഗംഗാദേവിയിൽ നിന്നും ഒരു വള കൂടി ചോദിച്ചു വാങ്ങി രാജസമക്ഷം സമർപ്പിക്കുക. കൽപ്പന പോലെ. ഭഗവാനെ ശ്രീനീലകണ്ഠ, തിങ്കൾക്കലാധര, ദേവ, പൊല്ലാപ്പായല്ലോ. അറിവാളൻ അർഹതപ്പെട്ട വള അറിവാളന് തന്നെ നൽകിയാ മതിയായിരുന്നു. അർഹിക്കാത്തത് കൊണ്ടുപോയി വേളിയുടെ മുന്നിൽ പ്രദർശിപ്പിക്കണമെന്ന ദുർബുദ്ധി നമുക്ക് എന്താ തോന്നാൻ? മഹാദേവ, നദിയിൽ നിന്നുണ്ടായ സംഭവം നമുക്കിപ്പോ വൈതരണി നദിയായി ഭവിച്ചിരിക്കുകയാണല്ലോ ഭഗവാനെ. ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ട് സമ്മാനിച്ച വളയാണെന്ന് രാജസമക്ഷം ബോധിപ്പിക്കരുതായിരുന്നു. അതുകൊണ്ടല്ലേ ഗംഗയിൽ പോയി ഒരു വള കൂടി വാങ്ങി സമർപ്പിക്കാൻ രാജ്ഞി കൽപ്പനയിട്ടത്. ഇനി കൊട്ടാരത്തിൽ പോയി വള അറിവാളന് സമ്മാനിക്കാനാണ് ദേവി നൽകിയതെന്ന് തുറന്നു പറഞ്ഞാലോ? മനസ്സാകെ കലുഷിതമായി. മഹാദേവ, ഒരു വള നമ്മെ ഊരാക്കുടുക്കിപ്പെടുത്തിയല്ലോ. അർഹതയില്ലാത്ത അന്യന്റെ മുതൽ സ്വന്തമാക്കാൻ ശ്രമിച്ചതിന്റെ പരിണിത ഫലം. സർവേശ്വര, ബാലനേത്ര, പരമപ്രഭോ, രക്ഷപ്പെടാൻ ഒരു മാർഗം കാട്ടിത്തരണേ. അദ്ദേഹം എന്താ കൊട്ടാരത്തിൽ പോയി മടങ്ങി വരാൻ ഇത്രയും വൈകുന്നത്? എന്താ ഇത്ര വൈകിയത്? വല്ലാത്ത വിഷമത്തിലാണല്ലോ. അങ്ങ് കൊട്ടാരത്തിൽ പോയി വള കാഴ്ചവെച്ചില്ലേ? കൈ നിറച്ച് സമ്മാനങ്ങൾ കിട്ടിയില്ലേ? കിട്ടി കിട്ടി. 10 പറ നവരത്നങ്ങൾ കിട്ടി. സേവകന്മാര് തലച്ചുവടായിട്ട് കൊണ്ടുവന്നോണ്ടിരിക്കുക. പണ്ടാരം അടങ്ങാൻ ഒരു സൽബുദ്ധി ഉപദേശക്കാരി അശ്രീകരം. എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? എന്താ ഉണ്ടായതെന്ന് പറഞ്ഞുകൂടെ? മഹാറാണിക്ക് വള നന്നേ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതേ മാതൃകയിലും തൂക്കത്തിലുമുള്ള മറ്റൊരു വളയുമായിട്ട് നാം ഉടനെ കൊട്ടാരത്തിലേക്ക് കെട്ടിയെടുക്കണമെന്ന് മഹാറാണിയാണ് പോലും. ഇങ്ങനെയുണ്ടോ ഒരു ദുരാഗ്രഹം? ഒരു വള കൂടി റാണി ആവശ്യപ്പെട്ടെന്നോ? അതെന്തിനാ? മഹാറാണിയുടെ മുതുമുത്തശ്ശിയുടെ കുഴിമാടത്തിലിട്ട് മൂടാൻ. മഹാറാണിയെ ധിക്കരിച്ച് സംസാരിക്കുന്നത് ആരെങ്കിലും കേട്ട തല പോകുന്ന കാര്യോ? ഒരു വള കൂടി എഴുന്നള്ളിച്ചില്ലെങ്കിലും തല പോകും. നിന്റെ തലതിരിഞ്ഞ ഉപദേശം കേട്ട നമ്മെ പറഞ്ഞാ മതിയല്ലോ. വജ്രം കണ്ട വേളിക്ക് കുരുട്ടുബുദ്ധി. റാണിക്കാണെങ്കിലോ മറ്റൊരു വള കൂടെ വേണമെന്നുള്ള അത്യാഗ്രഹം. സ്വർണം കാണുമ്പോ സ്ത്രീകൾക്ക് പൊതുവേ മുഖം മഞ്ഞളിച്ചു പോകും. അതെന്റെ സുന്ദരിയായ വേളിക്കാണെങ്കിലും ശരി, ആ മഹാറാണിക്കാണെങ്കിലും ശരി. വജ്രവള മഹാരാജന് സമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ എന്റെ ബുദ്ധിയെ പ്രശംസിച്ച മനുഷ്യൻ ഇപ്പൊ എന്നെ പഴിചാരുന്നു. പോയി ഗംഗാദേവിയെ സ്തുതിച്ച് ഒരു വള കൂടി വാങ്ങിക്കൊണ്ടു പോയി സമർപ്പിക്കാൻ നോക്ക്. കുറച്ചു കാലം കൂടെ ഈ തല അവിടെ തന്നെ വേണ്ടേ? പോയോ? അതെ, അയ്യോ, നാം ഗംഗാദേവിയെ സ്തുതിച്ചാൽ വജ്രവള പോയിട്ട് ഒരു കരിവള പോലും കിട്ടില്ല. അത് ഉറപ്പാ. എന്റെ ഭഗവാനെ, ഞാൻ എന്താ ചെയ്യുക? പോയി അറിവാളനോട് കാലിപ്പിടിച്ച് മാപ്പ് പറയുക തന്നെ. പ്രണാമം. ഇതാരാ വന്നിരിക്കുന്നത്? ബ്രാഹ്മണ ശ്രേഷ്ഠനോ? ആദരണീയനായ സുഹൃത്തെ, അങ്ങ് എൻ്റെ കയ്യിൽ നിന്നും വെറ്റിലയും പാക്കും വാങ്ങിപ്പോയതിനു ശേഷം തിരികെ വന്ന് എന്നെ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കണ്ടില്ലല്ലോ, എന്തു പറ്റി?
ഞാൻ തന്നയിച്ച വെറ്റിലയും പാക്കും അങ്ങ് ഗംഗാനദിയിൽ നീട്ടി കാണിച്ചോ? ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ട് ഈയുള്ളവന്റെ ദക്ഷിണ സ്വീകരിച്ചു. അങ്ങ് എന്തിനാണ് ഈ മൗനം പാലിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത്? അറിവാള, മാന്യനായ സുഹൃത്തെ, നിങ്ങൾ നമ്മോട് ക്ഷമിക്കണം, നമുക്ക് മാപ്പ് തരണം.